അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സഹോദരന്മാര്, പെരുന്നാൾ ദിനത്തിൽ നാം തക്ബീർ ചൊല്ലാറുണ്ട്. ഇത് വളരെ സുന്നത്തായ ഒരു കാര്യമാണ്. ബലി പെരുന്നാളിനും അതേപോലെ ഈദുൽ ഫിത്ർ ചെറിയ പെരുന്നാളിനും തക്ബീർ ചൊല്ലൽ സുന്നത്തുണ്ട്. പ്രത്യേകമായ സുന്നത്തായ ഒരു കാര്യമാണ്. വളരെ പ്രതിഫലം ലഭിക്കുന്ന കാര്യങ്ങളാണ്. ഈ തക്ബീർ രണ്ട് ഇനമായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഒരു തക്ബീർ മുഖയ്യദ്, നിർണിതമാക്കപ്പെട്ടത് എന്നർത്ഥം, അഥവാ നിസ്കാര ശേഷം ചൊല്ലേണ്ട തക്ബീറുകൾ. മറ്റ് ഒരു തക്ബീർ മുഖയ്യദ് അല്ലാത്തത്. അതേതാണ്? അത് നമ്മൾ മനസ്സിലാക്കേണ്ടതായ കാര്യമാണ്. മുഖയ്യദായ തക്ബീർ എപ്പോൾ ചൊല്ലണം? അത് ബലി പെരുന്നാളിന്റെ തക്ബീർ ആകുമ്പോൾ അറഫ ദിനത്തിന്റെ സുബഹി നിസ്കാരം മുതൽക്ക് അത് തുടങ്ങുന്നതാണ്. എന്നിട്ട് എപ്പോൾ അവസാനിക്കും? അയ്യാമുത്ത് തശ്രീഖ്, അവസാനത്തെ അയ്യാമുത്ത് തശ്രീഖിന്റെ അന്ന് വരെ, അഥവാ ദുൽഹിജ്ജ 13 അസ്ർ വരെ ഈ തക്ബീർ ചൊല്ലൽ പ്രത്യേകം സുന്നത്തുണ്ട്. എല്ലാ നിസ്കാര ശേഷവും അത് സുന്നത്താണ് എന്നതാണ്. അറഫാ ദിനത്തിലെ സുബ്ഹി മുതൽക്ക്, സുബ്ഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ ആ തക്ബീർ ചൊല്ലണം. ഇത് ഏറ്റവും പ്രബലമായ ഏതാണ്? നിസ്കാരം കഴിഞ്ഞ ഉടനെ എന്നുള്ളതാണ്. മറ്റു അദ്കാറുകൾ ചൊല്ലുന്നതിന്റെ മുന്നോടിയായിട്ട് എന്നതാണ് അഭിപ്രായം. മറ്റു അദ്കാറുകൾ ദുആകൾക്ക് ശേഷവും പറ്റും, ഇല്ല എന്നില്ല. അപ്പോൾ എല്ലാ നിസ്കാര ശേഷവും, അത് ഫർദ് നിസ്കാരമാകട്ടെ, സുന്നത്ത് നിസ്കാരങ്ങളാകട്ടെ, മയ്യിത്ത് നിസ്കാരങ്ങളാകട്ടെ, ഏത് നിസ്കാരങ്ങളാകട്ടെ, ആ നിസ്കാരങ്ങൾക്ക് ശേഷം പ്രത്യേകമായി ചൊല്ലൽ സുന്നത്തുണ്ട് എന്ന് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചു തരുന്നു. അത് മുഖയ്യദായ തക്ബീറാണ്. മുഖയ്യദ് അല്ലാത്ത തക്ബീർ എപ്പോഴാണ്? അത് പെരുന്നാളിന്റെ രാവ് മഗ്രിബ് മുതൽക്ക് പെരുന്നാൾ നിസ്കാരം തുടങ്ങുന്നത് വരെ, ഇമാമാണെങ്കിൽ ഇമാമ് തക്ബീർ ചൊല്ലുന്നത് വരെ, നിസ്കാരത്തിന്റെ തക്ബീർ ചൊല്ലുന്നത് വരെ, ഒറ്റക്ക് നിസ്കരിക്കുന്നവനാണെങ്കിൽ അവൻ തക്ബീർ ചൊല്ലുന്നത് വരെ ഈ തക്ബീർ ചൊല്ലൽ സുന്നത്ത് ഉണ്ട്. ഇതിനെന്തില്ല? സ്ഥല സമയങ്ങൾ ഇല്ല എന്നർത്ഥം. പെരുന്നാളിന്റെ ആ സൂര്യൻ അസ്തമിച്ചത് മുതൽക്ക് നിസ്കാരം, പെരുന്നാൾ നിസ്കാരം വരെ, അത് എല്ലാ സ്ഥലത്തു നിന്നും, പള്ളിയിൽ നിന്ന് ചെല്ലാം, വീട്ടിൽ നിന്ന് ചെല്ലാം, അങ്ങാടിയിൽ നിന്ന് ചെല്ലാം, റൂമുകളിൽ നിന്ന് ചെല്ലാം, വണ്ടിയിൽ ചെല്ലാം, യാത്രയിൽ ചെല്ലാം. നാം എവിടെയൊക്കെ എത്തുന്നുവോ, എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ചൊല്ലൽ സുന്നത്തുണ്ട്. ഇത് പുരുഷനും സ്ത്രീക്കും ചൊല്ലൽ സുന്നത്തുണ്ട്. പുരുഷൻ ഉച്ചത്തിൽ ചൊല്ലലാണ് സുന്നത്ത് എങ്കിൽ സ്ത്രീകൾ പതുക്കെ ചൊല്ലുകയാണ് വേണ്ടത്. മറ്റുള്ള ആളുകളെ അറിയിക്കുന്ന രൂപത്തിൽ ചൊല്ലേണ്ടതില്ല, കേൾക്കുന്ന രൂപത്തിൽ ചൊല്ലേണ്ടതില്ല. സ്ത്രീകൾ മാത്രമാണെങ്കിൽ പ്രശ്നവും ഇല്ല എന്നർത്ഥം. പുരുഷന്മാർ അങ്ങനെയല്ല, അവർ ഉച്ചത്തിലാണ് ചൊല്ലേണ്ടത്. അതുകൊണ്ടാണ് പള്ളികളിൽ നിന്നും മറ്റുമൊക്കെ ഉച്ചത്തിൽ തക്ബീർ ചൊല്ലുന്നത്. ഇനി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്നാൽ ഹാജിമാർക്ക് എന്തില്ല? ഈ തക്ബീർ ചൊല്ലൽ സുന്നത്ത് ഇല്ല എന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. അവർക്ക് എന്താണ്? അവർക്ക് ഹജ്ജിന്റെ കർമ്മങ്ങളായിട്ട് അവർക്ക് അറഫ നോമ്പ് പോലും സുന്നത്തില്ലല്ലോ. ഹാജിമാർ ചെയ്യേണ്ടത് പെരുന്നാൾ ദിനത്തിൽ തൽബിയത്ത് ചൊല്ലുകയാണ് വേണ്ടത്. തക്ബീറിന് പകരം തൽബിയത്ത് ചൊല്ലുകയാണ് വേണ്ടത്. അതേപോലെ തന്നെയാണ് ബലിമൃഗങ്ങളെ നമ്മൾ ബലി അറുക്കാൻ വേണ്ടി വാങ്ങിയ മൃഗങ്ങളാകട്ടെ, അതിന്റെ ഇനത്തിൽപ്പെട്ട മൃഗങ്ങളാകട്ടെ, ആടാകട്ടെ, മാടാവട്ടെ, ഒട്ടകമാകട്ടെ, ഈ മൃഗങ്ങളെ കാണുകയോ അവയുടെ ശബ്ദങ്ങൾ കേൾക്കുകയോ ഒക്കെ ചെയ്താൽ ദുൽഹിജ്ജ 1 മുതൽക്ക് എന്തുണ്ട്? തക്ബീർ ചൊല്ലൽ സുന്നത്തുണ്ട്. ഇത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കി വെക്കേണ്ട
കാര്യങ്ങളാണ്. തക്ബീറിന്റെ പൂർണ്ണ രൂപം അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇതാണ് ഏറ്റവും ചുരുങ്ങിയ രൂപം. പൂർണ്ണ രൂപം നമുക്ക് പറയാം അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ വസുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീല ലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു നഅ്ബുദു ഇല്ലാ ഇയ്യാഹു മുഖ്ലിസീന ലഹുദ്ദീന വലൗ കരിഹൽ കാഫിറൂൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു സദഖ വഅദഹു വനസർ അബ്ദഹു വഹസമൽ അഹ്സാബ വഹദ ലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് വഅലാ അസ്ഹാബി സയ്യിദിനാ മുഹമ്മദ് وعلى أزواج سيدنا محمد وعلى ذرية سيدنا محمد وسلم تسليما كثيرا كثيرا. ഇതാണ് തക്ബീറിന്റെ പൂർണ്ണ രൂപം. അപ്പോൾ നമ്മൾ പരമാവധി തക്ബീറുകൾ ചൊല്ലുക. അള്ളാഹുവിന്റെ നാമങ്ങൾ ആകാശ സീമകളിൽ ഉയർന്നു പൊങ്ങട്ടെ. ഈ പെരുന്നാൾ രാവിലും മറ്റും എല്ലാ സമയത്തും നമ്മൾ നല്ലവണ്ണം തക്ബീർ ചൊല്ലി ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കി അള്ളാഹുലേക്ക് അടുക്കാൻ ശ്രമിക്കുക. പരസ്പരം സന്തോഷപൂർവവും ആനന്ദപൂർവവും ആഹ്ലാദപൂർവവും പെരുന്നാൾ ആഘോഷിക്കുക. അതിന് ജഗനിയന്താവായ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എല്ലാ വിശ്വാസികൾക്കും എല്ലാവർക്കും ഈദാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.